ഇറാനിൽ ഒരു ഭൂകമ്പമുണ്ടായി. അതിൻ്റെ കാരണം അന്വേഷിച്ചു പോയ അമേരിക്കൻ ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ കണ്ടെത്തിയത് ഇങ്ങനെയാണ്: ഇറാൻ ആണവ ബോംബ് പരീക്ഷിച്ചോ എന്നാണ്. ഇറാൻ നടത്തിയ ആണവ ബോംബ് പരീക്ഷണത്തിൻ്റെ ഫലമായിട്ടാണ് ഇറാനിൽ റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ആ ഭൂചലനം ഉണ്ടായത് എന്നാണ് അമേരിക്കൻ ശാസ്ത്രജ്ഞർ ഇപ്പോൾ സംശയത്തോടെ മുന്നോട്ട് വെച്ച കാര്യം. ഇക്കഴിഞ്ഞ ഒക്ടോബർ 5-ന് റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഇറാനിലെ ഭൂചലനം ഇറാൻ നടത്തിയ ആണവ പരീക്ഷണത്തിൻ്റെ അനുരണനം ആണ് എന്നാണ് വിദഗ്ധർ അനുമാനിക്കുന്നത്. രാവിലെ 10:45-ന് സെംനാൻ പ്രവിശ്യയിലെ അരാദാൻ കൗണ്ടിയിൽ രേഖപ്പെടുത്തിയതായി മെഹർ വാർത്താ ഏജൻസിയായിരുന്നു ആദ്യം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത്. 12 കിലോമീറ്റർ ഭൂമിക്കടിയിൽ താഴ്ചയിലാണ് ഭൂചലനം ഉണ്ടായത് എന്നാണ് ടെഹ്റാൻ സർവകലാശാലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോഫിസിക്സിനെ ഉദ്ധരിച്ചുകൊണ്ട് മെഹർ വാർത്താ ഏജൻസി സ്ഥിരീകരിക്കുന്നത്. ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് ഏകദേശം 110 കിലോമീറ്റർ അകലെ ടെഹ്റാൻ വരെ ഭൂചലനം അനുഭവപ്പെട്ടതായി US ജിയോളജിക്കൽ സർവേയും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാനോ മറ്റു രാജ്യങ്ങളോ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ ഇതുവരെയും നടത്തിയിട്ടില്ല. അമേരിക്കയിലെ ചില ശാസ്ത്രജ്ഞരും ഇതു സംബന്ധിച്ച സംശയം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിലും അവരും ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് അവസാനത്തെ വാക്ക് അവർ പറഞ്ഞിട്ടുമില്ല. ഇറാൻ പ്രകൃതി ദുരന്ത സാധ്യതയുള്ള ഒരു രാജ്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ആ രാജ്യത്ത് ഭൂചലനം ഉണ്ടാകുന്ന അവസ്ഥകൾ വരാറുണ്ട്. എന്നാൽ ഇത്തവണത്തേത് മനുഷ്യനിർമ്മിത ഭൂചലനമാണെന്നും ആണവ മിസൈൽ മരുഭൂമിയിൽ പരീക്ഷിച്ചതാണ് കാരണമെന്നുമാണ് വിദഗ്ധർ സംശയം പ്രകടിപ്പിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇറാൻ ആണവായുധം നിർമ്മിച്ചെന്ന സംശയം പ്രകടിപ്പിച്ചിരുന്നു. വലിയ തോതിൽ ആണവായുധങ്ങൾ നിർമ്മിച്ചെടുക്കുവാനുള്ള ശേഷി ഇറാൻ കൈവരിച്ചിട്ടില്ലെങ്കിൽ പോലും പ്രതിരോധാവശ്യാർത്ഥം ഇറാൻ അവ നിർമ്മിച്ചെടുത്തിട്ടുണ്ടാകാം എന്ന സംശയമായിരുന്നു അമേരിക്ക ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനിടെ സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇസ്രയേലിലും നേരിയ ഭൂചലനം ഉണ്ടായി എന്നാണ്. ഇവിടെയാണ് കഥയുടെ ട്വിസ്റ്റ് തുടങ്ങുന്നത്. അന്നേ ദിവസം അർദ്ധരാത്രി, അഥവാ ഇറാനിൽ ഭൂകമ്പം ഉണ്ടായി എന്ന് പറഞ്ഞ 5-ാം തീയതി അർദ്ധരാത്രിയോടെയാണ് ഇസ്രയേലിൽ ഈ രണ്ടാമത്തെ ദുർബലമായ, ഒന്നാമത്തേത് ഇറാനിലാണെങ്കിൽ രണ്ടാമത്തേത് ഇസ്രയേലിലാണ്, ദുർബലമായ ഭൂചലനവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. ഇതിലും സ്ഥിരീകരണമില്ലാത്ത റിപ്പോർട്ടുകൾ തന്നെയാണ്. ചില റിപ്പോർട്ടുകളിൽ 2 ഭൂകമ്പങ്ങളും സ്ഥിരീകരിച്ചതായും പറയപ്പെടുന്നുമുണ്ട്. ഇതിൻ്റെ നിജസ്ഥിതിയിലേക്ക് ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടി വരും. എന്നാൽ ഇസ്രയേലിലെ ഭൂചലനം ഇറാന്റെ അത്ര തന്നെ തീവ്രത ഉണ്ടായില്ല എന്നുമാണ് പറയപ്പെടുന്നത്. ഈ വാർത്തകൾക്ക് 2 വശമുണ്ട്. അത് തികച്ചും രാഷ്ട്രീയമാണ്. ഒന്നാമത്തേത്, ഇറാൻ ആണവ പരീക്ഷണം നടത്തിയോ എന്നതാണ്. യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ പേരിലാണ് ഇറാന് ഉപരോധം ഏർപ്പെടുത്തപ്പെടുന്നത്. ഉപരോധിക്കപ്പെട്ട ഇറാൻ ആണവശക്തിയാകുമെന്നതിൽ തർക്കിക്കേണ്ടതില്ലല്ലോ. ആ അടിസ്ഥാനത്തിൽ ഇറാൻ ആണവ പരീക്ഷണം നടത്തിയേക്കാം. ആസന്നമായ യുദ്ധ സാഹചര്യങ്ങൾ ശത്രുരാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന ലക്ഷ്യം കൂടി ഇതിൻ്റെ പിറകിലുണ്ടായേക്കാം. ആണവായുധങ്ങൾ കയ്യിലുള്ള വൻ രാഷ്ട്രങ്ങൾ പോലും ആണവായുധങ്ങൾ പല സന്ദർഭങ്ങളിലും ഉപയോഗിക്കാതിരിക്കുന്നത് പോലും ലോകത്ത് ആണവായുധം പ്രയോഗിക്കുന്നതിൻ്റെ നിയമം അത്രമേൽ ശക്തമായതുകൊണ്ടാണ്. റഷ്യയിൽ ആക്രമണം കടുപ്പിക്കുവാനുള്ള ഉക്രൈൻ്റെയും അമേരിക്കയുടെയും നാറ്റോയുടെയും ശ്രമങ്ങൾക്ക് ആക്കം കുറഞ്ഞത് പുടിൻ ആണവായുധത്തെ പറ്റി സംസാരിച്ചപ്പോൾ മാത്രമാണ് എന്നത് മാത്രമേ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിനുൾപ്പെടെ നിലനിൽക്കുന്ന ഭീതിയുണ്ട്. മാരകമായ മറ്റെന്തോ ഇറാന്റെ കയ്യിലുണ്ട് എന്നതാണത്. ആ ഭീതി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കൽ ഇറാന് അനിവാര്യവുമാണ്. രണ്ടാമത്തെ മറ്റൊരു കാര്യം, ഇസ്രയേലിൽ ഭൂകമ്പമുണ്ടായി എന്ന വാർത്തയാണ്. ഇതൊരു അഭ്യൂഹമാവാം. അതിന് തക്കതായ കാരണങ്ങളുണ്ട്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇറാൻ ഒരിക്കലും തങ്ങളുടെ വജ്രായുധം പുറത്തെടുക്കില്ല. മാത്രമല്ല, മറ്റൊരു രാജ്യത്തെ ആണവായുധം കൊണ്ട് നേരിടാൻ മാത്രമുള്ള സാഹചര്യത്തിലേക്ക് ഇപ്പോഴത്തെ കാര്യങ്ങൾ ഒന്നും എത്തിയിട്ടുമില്ല. പിന്നെന്തുകൊണ്ടാണ് ഇറാനെതിരെ ഈ അഭ്യൂഹം എന്ന് ചോദിച്ചാൽ, ഇറാഖിന്റെ കയ്യിൽ രാസായുധമുണ്ടെന്ന് പറഞ്ഞാണ് അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചത് എന്നത് നമ്മളിവിടെ പ്രത്യേകം ഓർക്കണം. ഒരു കാരണം അനിവാര്യമാണ്. അതുകൊണ്ടാവാം എന്നാണ് പ്രഥമമായി നമുക്ക് പറയാൻ പറ്റുന്നത്. അതുപോലൊരു കുതന്ത്രം മാത്രമാവാനാണ് ഇതിനും സാധ്യത എന്നാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ പറയാൻ കഴിയുക. ഇനി ഇസ്രയേലിലെ ഭൂകമ്പം എന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇറാൻ മിസൈലുകൾ പതിച്ചത് കൊണ്ടാണോ എന്നത് കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. ഇറാനിൽ ഭൂകമ്പം ആണവ പരീക്ഷണമാണ് എന്നതിനാലാണെന്നതും ഇതേ ആരോപണത്തെ ശക്തിപ്പെടുത്താൻ പാശ്ചാത്യ രാജ്യങ്ങൾ നിർമ്മിച്ചെടുക്കുന്നവയും ആവാനും സാധ്യതയുണ്ട്. ഈ സാധ്യത ഇല്ലെങ്കിൽ
മുകളിൽ പറഞ്ഞ ഇറാന്റെ ശേഷി കാണിച്ചു കൊടുക്കലും ആവാനുമുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും ഇസ്രയേൽ എന്തുകൊണ്ടാണ് തിരിച്ചടി വൈകിപ്പിക്കുന്നത് എന്നതിൻ്റെ ഉത്തരം കൂടി നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. Waytonikah.com, the exclusive Muslim matrimonial site.